His Grace, the Most Reverend Dr. Joseph Martoma, Metropolitan. അഭിനന്ദ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി. His Grace, the Most Right Reverend Metropolitan Emeritus. അഭിനന്ദ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി. The President of this Evangelistic Association. സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിനന്ദ His Lordship, the bishops, അഭിനന്ദ തിരുമേനിമാരെ, the deacons, evangelists and dignitaries, പ്രിയപ്പെട്ട സുവിശേഷകരെ, ശമാശന്മാരെ, അതിഥികളെ, brothers and sisters, I greet you all in the name of our Lord and Savior Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിവാദനം ചെയ്യുന്നു. Let me take this opportunity and express my sincere gratitude. ഞാൻ ഈ സമയം നിങ്ങളോടെല്ലാവരോടുമുള്ള ആത്മാർത്ഥമായ നന്ദി അറിയിക്കുവാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കട്ടെ. For considering me to be one of the speakers in this convention. ഈ വർഷത്തെ കൺവെൻഷൻ പ്രസംഗകരിൽ ഒരാളായി എന്നെ പരിഗണിച്ചതിലുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. Thank you for the wonderful hospitality you showed to me up to this point. ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ലഭിച്ച എല്ലാ അതിഥി സൽക്കാരത്തിനും ഞാൻ ഈ സമയത്ത് നന്ദി അറിയിക്കട്ടെ. I now understand. ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. I now have a picture. എനിക്ക് ഇപ്പോൾ ഈ കൺവെൻഷനെ കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം ലഭിച്ചിരിക്കുന്നു. I had a struggle in my life. എൻ്റെ ജീവിതത്തിൽ ധാരാളം പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. When I heard that Peter preached and 3,000 gave their lives to Christ without counting women and children. പത്രോസ് പ്രസംഗിച്ചപ്പോൾ 3000 പേർ കർത്താവിനോട് ചേർന്നല്ലോ, കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും എണ്ണാതെ. I now understand and know. ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. When I read that Jesus fed 5,000 of the people. യേശുക്രിസ്തു 5000 പേരെ തന്റെ വലിയ അത്ഭുതത്തിലൂടെ പോഷിപ്പിച്ചതുപോലെ I've been wondering. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുകയാണ്. എത്ര വലിയ ജനക്കൂട്ടം, in what form? ഇതിന്റെ അളവ് എങ്ങനെ അളക്കുവാൻ സാധിക്കും? Today I see it. ഞാൻ ഇപ്പോൾ ദൈവത്തിന്റെ വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യം കാണുകയാണ്. Allow me again, brothers and sisters, ഞാൻ പ്രിയപ്പെട്ട കർത്താവിൽ പ്രിയരെ, നിങ്ങൾ എന്നെ അനുവദിക്കുക to bring to you greetings from the moderator of General Assembly of the Uniting Presbyterian Church in Southern Africa. സൗത്തേൺ ആഫ്രിക്കയിലെ യുണൈറ്റഡ് പ്രെസ്ബിറ്റേറിയൻ ചർച്ചസിന്റെ മോഡറേറ്ററുടെ അഭിവാദനം ഞാൻ ഈ സമയത്ത് നിങ്ങളെ അറിയിക്കട്ടെ. The Reverend Dr. Robert Muntali. റൈറ്റ് റവറൻഡ് ഡോക്ടർ റോബർട്ടിന്റെ അഭിവാദനങ്ങൾ. I also bring to you special greetings from my wife Konanani. എൻ്റെ പ്രിയ സഹധർമ്മിണിയുടെ അന്വേഷണവും സ്നേഹാഭിവാദനങ്ങളും ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. Dear friends, പ്രിയ സുഹൃത്തുക്കളെ, I've been made to understand ഞാൻ വീണ്ടും മനസ്സിലാക്കുന്നു that this gathering is about evangelism. ഈ വലിയ കൂടിവരവ് സുവിശേഷീകരണത്തിനായ ഒരു കൂടിവരവാണ്. That we come here, നാം ഇവിടെ കൂടിവരുന്നത് to be revived, നാം വീണ്ടും ദൈവസന്നിധിയിൽ ചൈതന്യവൽക്കരിക്കപ്പെടുവാനാണ്. നാം മടങ്ങിപ്പോയി കർത്താവിന്റെ സുവിശേഷ പ്രദേശത്ത് പ്രവർത്തിക്കുവാനായിട്ടുള്ള നിയോഗം. This is like a fueling and or refueling station. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ ഊർജ്ജം സംഭരിക്കുന്ന ഒരു ഇടമാണ്, അവസരമാണ്. We are expected to leave this place. നാം ഈ സ്ഥലത്ത് നിന്ന് വിട്ട് നാം മടങ്ങിപ്പോകുമ്പോൾ, as we go to different places, നാം വിവിധ ഇടങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ to be energized, നാം കൂടുതൽ കരുത്തുള്ളവരായി ചൈതന്യമുള്ളവരായി മടങ്ങിപ്പോകണം. So the point is this. എന്റെ ആശയം എന്താണെന്ന് വെച്ചാൽ, we come here, നാം ഇവിടെ വന്നിരിക്കുന്നത് to be empowered, നാം കൂടുതൽ ശക്തിക്കുന്നത് Spirit of God. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മൾ കൂടുതൽ കരുത്തുള്ളവരായിരിക്കാനാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്. നാം ഈ ദിവസത്തിൽ നമ്മുടെ ഈ കൂടിവരവ് ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നു. ഞാൻ പ്രസംഗിക്കുന്ന വിഷയം on the power of unity, ഐക്യത്തിന്റെ ശക്തിയെക്കുറിച്ച് ഈ തരുണത്തിൽ പ്രസംഗിക്കണമെന്ന് ഞാൻ കരുതുകയാണ്. which is the essential tool to do evangelism. സുവിശേഷീകരണത്തിന്റെ അടിസ്ഥാന ആയുധങ്ങളിൽ ഒന്നായ ഐക്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. In John 17 verse 11 we read, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. Now I am no longer in the world, ഞാൻ ഇനി ലോകത്തിൽ ഇരിക്കുന്നില്ല, but these are in the world, ഇവരോ ലോകത്തിലിരിക്കുന്നു. and I come to you, Holy Father, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു.
keep through your name those whom you have given me, പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന that നിന്റെ they നാമത്തിൽ may be one നിന്റെ നാമത്തിൽ അവരെ as കാത്തുകൊള്ളണമേ. we are one. നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കണം. The unity of believers is something very important to God. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികളുടെ ഐക്യം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ വസ്തുതയാണ്. It is an important tool for doing mission in the world. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ദൗത്യ നിർവഹണത്തിൽ ഈ ഐക്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ്. But on the other hand, എന്നാൽ മറുവശത്ത് this essential pillar of the Christian church അതുകൊണ്ട് ഇത് സഭയുടെ ക്രൈസ്തവ സഭയുടെ ഒരു നെടുന്തൂണാണ്. is under attack in many parts of the world. എന്നാൽ ഈ നെടുന്തൂണ് ഇന്ന് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നാം നോക്കുമ്പോൾ ഇതിന് ക്ഷതം സംഭവിക്കുകയും ഇതിന് ക്ഷീണം സംഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. The church is fragmented. അതുകൊണ്ട് ഇന്ന് സഭ Even വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. with so many ecumenical bodies around the world, വിവിധ സഭാഐക്യ പ്രസ്ഥാനങ്ങളുടെ തമ്മിലുള്ള വിഭിന്നത പോലും ഇതിന്റെ നേർക്കാഴ്ചയാണ്. the church has an enemy. അതുകൊണ്ട് സഭയ്ക്ക് എവിടെയോ ഒരു ശത്രു ഉണ്ട് എന്ന് The തോന്നിപ്പോകുന്നു. question is, അതുകൊണ്ട് ഇവിടെയുള്ള പ്രധാനപ്പെട്ട who ചോദ്യം, is the enemy of the ആരാണ് church? ആരാണ് ഈ സഭയുടെ ഐക്യത്തിലെ ശത്രു? In his book, The Church Jesus Prayed For, ജീസസ് പ്രേഡ് ഫോർ, യേശുക്രിസ്തു പ്രാർത്ഥിച്ച സഭ എന്നുള്ള ഒരു പ്രത്യേക പുസ്തകത്തിൽ Dr. Michael Cassidy writes, ഡോക്ടർ മൈക്കിൾ ഇപ്രകാരം എഴുതുന്നു, as it happened, അത് ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. I also asked the Lord to touch my heart afresh. അതുകൊണ്ട് ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന്റെ ഊഷ്മാവിൽ എന്നെ ഹൃദയത്തെ സ്പർശിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. With his love for the church ഈ സഭയോടുള്ള വലിയ സ്നേഹത്തിന്റെ സ്പർശനം, and all in it, അതിലുള്ള എല്ലാവരെയും സ്നേഹിക്കുന്നതിലൂടെ, in അനുഗ്രഹിക്കുന്നതിലൂടെ, spite of many weaknesses, അത് ഈ സഭയിൽ ധാരാളം പോരായ്മകൾ ഉള്ളപ്പോൾ തന്നെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അനുഗ്രഹങ്ങൾ, failings in both institution and individuals. വ്യക്തികളിലും സ്ഥാപനങ്ങളിലും ധാരാളം പോരായ്മകൾ നിലനിൽക്കുമ്പോൾ തന്നെ, For while there is that is both lovable and laudable, നമ്മുടെ സമൂഹത്തിൽ ധാരാളം നമുക്ക് ശ്ലാഘനീയമായതും അഭിനന്ദനീയമായതും സ്നേഹിക്കപ്പെടുന്നതുമായ ധാരാളം കാര്യങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ, in so many in the church, ധാരാളം അത്തരം കാര്യങ്ങൾ നമ്മുടെ സഭയിലുണ്ടല്ലോ. there is also so much that is damning and deplorable. അതോടൊപ്പം തന്നെ നമ്മുടെ സഭയെ നശിപ്പിക്കുന്ന, നമ്മുടെ സഭയെ വല്ലാതെ നിന്ദ്യമാക്കുന്ന ധാരാളം പ്രവണതകളും നമ്മുടെ സഭയിലുണ്ട്. Not only do I see this dichotomy in others, ഈ ദ്വിഭാവം നമ്മളിൽ മാത്രമല്ല നാം കാണുക, but more depressing അതുകൊണ്ട് ഈ ഡോക്ടർ മൈബിൾ പറയുകയാണ്, ഞാൻ കൂടുതൽ വിഷണ്ണനായിരിക്കുന്നു. personally is the fact that I also see it. വ്യക്തിപരമായി ഞാൻ വളരെയധികം ഇതിനകത്ത് പെട്ടുപോയിരിക്കുന്നു. കാരണം ഇത് എന്നിലുമുണ്ടല്ലോ. And know it most acutely myself. അത് എന്റെ മനസ്സിലും എന്റെ ഹൃദയത്തിലും വളരെയധികം രൂഢമൂലമായിരിക്കുന്ന ഒരു സംഗതി കൂടിയാണ്. Yes, I see the enemy. അതുകൊണ്ട് ഞാൻ ഇവിടെ സഭാഐക്യത്തിന്റെ ശത്രുവിനെ ഞാൻ ഇവിടെ കാണുകയാണ്. The enemy of the church is I. അതുകൊണ്ട് ഈ സഭയുടെ ശത്രു ഞാൻ തന്നെയാണ് ഈ ശത്രു. Close quote. അതുകൊണ്ട് ഡോക്ടർ മൈക്കിളിന്റെ ഈ കൊട്ടേഷൻ ഇവിടെ The അവസാനിക്കുന്നു. enemy of the church, according to Dr. Michael, അതുകൊണ്ട് ഡോക്ടർ മൈക്കിളിന്റെ അഭിപ്രായ is പ്രകാരം not something that falls from somewhere. സഭയുടെ ശത്രു എന്ന് പറയുന്നത് എവിടെ നിന്നോ വരുന്ന It ഒന്നല്ല, is that which is within ourselves. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ ശത്രു ഉള്ളത്. Today's message is a call to rediscover the power of unity. അതുകൊണ്ട് ഈ ദൈവസന്നിധിയിൽ നാം ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഈ സഭാഐക്യത്തിന്റെ ഒരു പുനരന്വേഷണം, അതിന്റെ വീണ്ടും കിട്ടലിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ പ്രഭാഷണമാണ് ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. As followers of Jesus Christ, അതുകൊണ്ട് ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന നിലയിൽ we are called to participate in the preserving of the unity of believers. അതുകൊണ്ട് ക്രിസ്തു വിശ്വാസികൾ എന്ന നിലയിൽ നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഐക്യത്തിന്റെ കാവലാളുകളായി, പ്രവാചകന്മാരായി ഇവിടെ കർത്താവിനോടുകൂടെ പങ്കുകാരാകുവാനായിട്ടാണ്. Paul says, അതുകൊണ്ട് പൗലോസ് പറയുന്നു, make every effort ഈ എല്ലാ നമ്മുടെ സംരംഭങ്ങളും to keep the unity of the spirit അതുകൊണ്ട് ആത്മാവിന്റെ വലിയ സമാധാനത്താൽ നിറയ്ക്കപ്പെടണമെന്നുള്ളത്. through the bond of peace. അതുകൊണ്ട് സമാധാനത്തിന്റെ ഐക്യത്താൽ ഈ സഭ നിറയപ്പെടണം. Now, dear friends, അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, when you leave this place, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങി ഭവനങ്ങളിലേക്ക് when you പോകുമ്പോൾ, go back home, നിങ്ങൾ ഭവനങ്ങളിലേക്ക് മടങ്ങി പോകുമ്പോൾ,
what are you going to tell them? അതുകൊണ്ട് നിങ്ങൾ അവരോട് എന്താണ് പറയുവാൻ When പോകുന്നത്? they ask you, what did the short man from Africa said to you? നിങ്ങൾ മടങ്ങി പോകുമ്പോൾ നിങ്ങളുടെ പ്രസംഗകൻ എന്ത് പറഞ്ഞു എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ What നിങ്ങൾ are you എന്ത് going പറയും? to tell them? നിങ്ങൾ എന്താണ് അവരോട് പറയാൻ പോകുന്നത്? Dear friends, I have this for you. അതുകൊണ്ട് എനിക്ക് ഇത് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഈ At വചനങ്ങളാണ്. the end of this preaching, അതുകൊണ്ട് ഈ പ്രസംഗത്തിന്റെ അവസാന let സമയത്ത് us go and tell all the children of God അതുകൊണ്ട് ദൈവജനത്തോട് മടങ്ങിച്ചെന്ന് നമുക്ക് പറയുവാൻ സാധിക്കണം. that we are better together than apart. അതുകൊണ്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒന്നായിരിക്കുന്നത്, ഐക്യപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മടങ്ങിച്ചെന്ന് പറയണം. That we are more powerful together than apart. നാം വിഭജിക്കപ്പെട്ടിരിക്കുന്നത്, ശൈഥില്യപ്പെട്ടിരിക്കുന്നതിനേക്കാൾ എത്രയോ കരുത്തരാണ് നാം ഒന്നിച്ച് ആയിരിക്കുമ്പോൾ. That we are more beautiful നാം ഒന്നിച്ചായിരിക്കുമ്പോൾ together than apart. ശൈഥില്യം സംഭവിക്കുന്നതിനേക്കാൾ എത്രയോ സുന്ദരന്മാരായി അല്ലെങ്കിൽ സൗന്ദര്യം അതിന്റെ ചാരുത നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. The beauty of God അതുകൊണ്ട് ദൈവത്തിന്റെ മനോഹാരിത, സൗന്ദര്യം നമുക്ക് that ദർശിക്കുവാൻ binds സാധിക്കും. us together നാം ഒന്നിച്ചു ചേരുമ്പോൾ ആ ദൈവത്തിന്റെ മനോഹാരിത, through the Spirit of God. അതുകൊണ്ട് ദൈവാത്മാവിനാൽ നാം ഒരുമിക്കപ്പെടുകയാണ്. We see this in Psalm 133. അതുകൊണ്ട് 133 സങ്കീർത്തനത്തിൽ നാം ഇത് വായിക്കുന്നു. In that psalm അവിടെ ആ സങ്കീർത്തനത്തിൽ we read, നാം ഇപ്രകാരം വായിക്കുന്നു: behold, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് how good and how pleasant എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. it is for the brethren to dwell together in unity. അതുകൊണ്ട് സഹോദരന്മാർ ഐക്യത്തിൽ ഒരുമിച്ച് പാർക്കുന്നത് എത്ര സുന്ദരമായ It is അനുഭവം. like the precious oil അതുകൊണ്ട് ഇത് അഹരോന്റെ താടിയിലേക്ക് ഒഴുകുന്ന അവന്റെ Upon തലയിലെ the വിശേഷ head. തൈലം പോലെയാണ്. upon the head, അഹരോന്റെ തലയിൽ running down the beard, അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് ഇറങ്ങുന്ന വിശേഷ തൈലം പോലെ, the beard of Aaron, അഹരോന്റെ താടിയിലേക്ക് ഇറങ്ങുന്ന വിശേഷ തൈലം running down the edge of his garments. അവന്റെ വസ്ത്രത്തിന്റെ അടിയോളം വരുന്നതായ വിശേഷ തൈലം. It is like the dew of Hermon, അതുകൊണ്ട് സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെയും ആകുന്നു. descending upon the mountains of Zion. സിയോൻ പർവ്വതത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന മഞ്ഞ് പോലെ. For they, അതുകൊണ്ട് അവർ, the Lord commanded the blessing, life forevermore. അതുകൊണ്ട് അവരോട് പറയുകയാണ്, അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. When the people of God are together, അതുകൊണ്ട് ദൈവത്തിന്റെ ജനം ഒന്നിച്ചായിരിക്കുമ്പോൾ God blesses them. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, And അങ്ങനെയുള്ളവരെ those അനുഗ്രഹിക്കുന്നു. who are standing from afar, അതുകൊണ്ട് ഈ ഐക്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർ, when they look at the beauty of the people of God, അതുകൊണ്ട് ദൂരെ നിൽക്കുന്ന ആളുകൾ ഈ സഭാഐക്യത്തിലായിരിക്കുന്ന ആളുകളുടെ സൗന്ദര്യം they കണ്ടുകൊണ്ട് wish to join them. അതുകൊണ്ട് അവർക്കും ഈ വലിയ ഐക്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയണം. Love to be there. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ആയിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അവർക്ക് പറയുവാൻ All സാധിക്കണം. over the world, അതുകൊണ്ട് ലോകത്തിലെ മുഴുവൻ ഭാഗങ്ങളിൽ the നിന്നും people of God came to Jerusalem. യെരുശലേമിലേക്ക് ദൈവത്തിന്റെ ജനം And ഒഴുകിയെത്തുകയാണ്. as they went up Mount Zion, അതുകൊണ്ട് സിയോൻ പർവ്വതത്തിലേക്ക് അവർ മുകളിലേക്ക് the കയറി holy പോകുമ്പോൾ city of God, ദൈവത്തിന്റെ വിശുദ്ധ നഗരമായ സിയോൻ, they would sing these songs. അതുകൊണ്ട് ഈ ആരോഹണ ഗീതങ്ങൾ, ഈ സങ്കീർത്തനങ്ങൾ അവിടെ ചെന്ന് അവർ പാടുക പതിവാണ്. And somebody seemed to be standing aloof അതുകൊണ്ട് ചില ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ and is looking at them. ഈ പാടുന്ന ആളുകളെ അവർ നോക്കുമ്പോൾ The song is calling on the people of God അതുകൊണ്ട് ഈ ജനത്തെ നോക്കിയിട്ട് പറയുകയാണ്, to hold themselves ഇതോ ഇവർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭകരം. to the object in view. അവരുടെ ലക്ഷ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, നിയോഗം കാണുവാൻ സാധിക്കുന്നുണ്ട്. Their hearts and eyes bound together. അവരുടെ ഹൃദയവും കാഴ്ചകളും ക്രിസ്തുവിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു, ലയിച്ചിരിക്കുന്നു, ഒന്നായിരിക്കുന്നു. Fixed on the object in view. അതിലൂടെ അവരുടെ ലക്ഷ്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. Behold, how beautiful and how pleasant. അതുകൊണ്ട് എത്ര സുന്ദരമായിരിക്കുന്നു, ശുഭകരമായിരിക്കുന്നു, സുന്ദരമായിരിക്കുന്നു. There in Jerusalem, അതുകൊണ്ട് യെരുശലേമിൽ they were gathered before their God. അതുകൊണ്ട് അവർ അവരുടെ ദൈവത്തിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. The beauty of the glory of God descending on them. അതുകൊണ്ട് ദൈവമഹത്വത്തിന്റെ സൗന്ദര്യം അവരിലേക്ക് മഞ്ഞുപോലെ ആഴ്ന്നിറങ്ങുകയാണ്. Brothers and sisters, അതുകൊണ്ട് പ്രിയ കർത്താവിൽ പ്രിയരെ, there is nothing so pitiful
നമ്മുടെ ജീവിതത്തിൽ പരിതാപകരമായ അവസ്ഥ എന്ന് പറയുന്നത് than when the people of God are no longer able to discern നമ്മുടെ ജീവിതത്തിൽ ക്രൈസ്തവ ജനത ചില തിരിച്ചറിവുകൾ നഷ്ടപ്പെടുമ്പോഴാണ് that the glory of God has departed. ദൈവമഹത്വം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന തിരിച്ചറിവില്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരിതാപകരമായ When അവസ്ഥ. people of God are more inward looking അതുകൊണ്ട് ദൈവജനം തങ്ങളിലേക്ക് മാത്രം സ്വാർത്ഥതയിലേക്കായിരിക്കുമ്പോൾ and cannot observe that God has left them. ദൈവം തങ്ങളുടെ ഇടങ്ങളിൽ നിന്ന് പടിയിറങ്ങിപ്പോയി എന്ന് തിരിച്ചറിയാതെ അവർ സ്വാർത്ഥതയിൽ ജീവിക്കുന്ന എത്രയോ പരിതാപകരമായ അവസ്ഥ. Because they make him sick. അതുകൊണ്ട് അവർ ദൈവത്തെ ദുഃഖിപ്പിക്കുകയാണ്. We have heard this from one of the churches in Revelation. വെളിപ്പാട് പുസ്തകത്തിലെ ഒരു സഭയിൽ നിന്ന് നാം ഇത് പഠിക്കുന്നുണ്ട്. When the church of God is no longer on fire for God. അതുകൊണ്ട് ദൈവത്തിന്റെ അഗ്നിയിൽ പരിശുദ്ധാത്മാഗ്നിയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ട സഭ. This happened in the church in Laodicea. ലവദോക്കിയയിലെ സഭയിൽ ഇത് സംഭവിച്ചു. They were by themselves. അവർ തങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്. Locking Jesus Christ out of their gatherings. അവരുടെ കൂട്ടായ്മകളിൽ നിന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ദൈവത്തെ പടിക്ക് പുറത്താക്കി അവർ പൂട്ടി അവർ മാത്രമായിരിക്കുകയാണ്. And out of their hearts. അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് പോലും പുറത്താക്കി. Here what is surprising. അതുകൊണ്ട് ഇവിടെ വളരെ അതിശയകരമായിരിക്കുന്നു. Jesus comes from the outside. അതുകൊണ്ട് യേശു അവർ പടിക്ക് പുറത്താക്കി യേശു അവരുടെ വാതിക്കൽ നിൽക്കുകയാണ്. He knocks at the door. അവരുടെ വാതിക്കൽ നിന്നുകൊണ്ട് യേശു മുട്ടുകയാണ്. He is waiting for someone who is willing to open the door. അതുകൊണ്ട് ഈ കതകുകൾ തുറക്കുവാൻ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ എന്ന് നോക്കി യേശു നിൽക്കുകയാണ്. Jesus could come in. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന് അകത്തേക്ക് വരാം. Participate in their meals. അവരോടൊപ്പം അത്താഴം കഴിക്കുവാനായിട്ടുള്ള അവസരത്തിനായി യേശു നോക്കി നിൽക്കുകയാണ്. It should be the desire of every believer. അതുകൊണ്ട് ക്രിസ്തു എന്നോടുകൂടെ കർത്താവ് എന്നോടുകൂടെ അത്താഴം കഴിക്കണം എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ആഗ്രഹമായിരിക്കണം. To see and experience God's glory. അതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാനായിട്ടുള്ള അഭിവാഞ്ച ഓരോ വിശ്വാസിക്കും ഉണ്ടാകണം. In our local churches. നമ്മുടെ പ്രാദേശിക ഇടവകകളിൽ. Then the church will become a place full of joy and peace. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇടവകകൾ നമ്മുടെ ഇടങ്ങൾ മുഴുവനും സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും നിറയപ്പെടും. Where all are welcome. അവിടെ എല്ലാവരും സ്വീകരിക്കപ്പെടുന്നു. Black and white. അവിടെ കറുത്തവരെന്നോ വെളുത്തവരെന്നോ വ്യത്യാസമില്ല. Male and female. പുരുഷരോ സ്ത്രീയോ young and old. അവിടെ ചെറുപ്പക്കാരോ പ്രായമായവരോ എന്നില്ല. Rich and poor. ദരിദ്രരോ ധനികരോ എന്ന വ്യത്യാസമില്ലാതെ അഭ്യസ്തവിദ്യരോ അറിവില്ലാത്തവരോ എന്നുള്ള നിലയിൽ able and disabled. കഴിവുള്ളവരും ഇല്ലാത്തവരും always caring for each other. അവിടെ എല്ലാവരും പരസ്പരം അവിടെ ശുശ്രൂഷിക്കുകയാണ്. Making sure അവിടെ ഉറപ്പുവരുത്തുന്ന that we are one big family. നമ്മളെല്ലാവരും വിശാലമായ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. Family of God. ദൈവത്തിന്റെ വിശാലമായ കുടുംബം. This is the power of unity. ഇതാണ് ഐക്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. When the people of God are gathered together. അതുകൊണ്ട് ദൈവത്തിന്റെ ജനം ഒരുമിച്ച് കൂടി വരുമ്പോൾ if ever there was a time the message of the church has become so weak. നമ്മുടെ സഭയുടെ സന്ദേശം ഇന്ന് എവിടെയെങ്കിലും സന്ദേശത്തിന് ശോഷണം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ it is today. അത് ഈ കാലഘട്ടത്തിലാണ്. Today the world cannot respect the message of the church. അതുകൊണ്ട് ഇന്ന് ക്രിസ്തു സഭയുടെ സന്ദേശത്തെ ആദരിക്കുവാൻ സ്വീകരിക്കുവാൻ ലോകത്തിന് കഴിയാതെ പോകുന്നു. Because of the division that is so visible. ഇന്ന് വളരെ പ്രകടമായിരിക്കുന്ന നമ്മിലെ വിഭജനങ്ങൾ ശൈഥില്യം മൂലം ഈ സന്ദേശം ലോകത്തിന് കൊടുക്കുവാൻ സഭയ്ക്ക് കഴിയാതെ പോകുന്നു. Standing on its own. ഇന്ന് സഭയ്ക്ക് വേണ്ടി മാത്രമായി നിൽക്കുന്നു. As if each church owns its own God. അവിടെ അവരവരുടെ തന്നെ ദൈവങ്ങളെ അവർ സൃഷ്ടിച്ച് അവരവരുടേതായി മാത്രം വസിക്കുന്നു. Forgetting that we have one God. നമുക്ക് ഒരു വലിയവനായ ദൈവമുണ്ട് എന്ന് മറന്നുകൊണ്ട് the creator of heaven and earth. നമ്മുടെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെ മറന്നുകൊണ്ട് in it. അതിൽ മുഴുവനും നിറഞ്ഞിരിക്കുന്ന ദൈവത്തെ സൃഷ്ടിച്ച Here the priestly prayer that Jesus prayed. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ he prayed. അത് യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നുണ്ട്. that they may be one. നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കണം. I in them. ഞാൻ അവരിൽ ആയിരിക്കുന്നത് പോലെ. and you in me. പിതാവേ നീ എന്നിൽ ആയിരിക്കുന്നത് പോലെ. he prayed. യേശുക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്. may they be brought to complete unity.
അവരിൽ ഐക്യത്തിന്റെ സമ്പൂർണ്ണത അവരിൽ ഉണ്ടാകണമേ to എന്ന് let the world know അതുകൊണ്ട് ലോകം ഇവരെ അറിയേണ്ടതിനായി that you have sent me. അതിനായിട്ടാണ് നീ എന്നെ അയച്ചിരിക്കുന്നത്. Powerful sermons are good. വളരെ ശക്തിയുള്ള പ്രസംഗങ്ങൾ വളരെ നല്ലതാണ്. Powerful books that are written are good. വളരെ ശക്തിയുള്ള വളരെ മനോഹരമായ പുസ്തകങ്ങൾ എഴുതപ്പെട്ട പുസ്തകങ്ങൾ വളരെ നല്ലതാണ്. Long prayers and short prayers are good. നീളം കൂടിയ പ്രാർത്ഥനകളും ചെറിയ പ്രാർത്ഥനകളും നല്ലതാണ്. Melodious singing is good. വളരെ മനോഹരമായ സംഗീതാത്മകമായ പാട്ടുകൾ നല്ലതാണ്. But it is not enough എന്നാൽ അതൊന്നും പോരാ. until all the preachers, അതുകൊണ്ട് എല്ലാ പ്രസംഗകരും, all the writers of good books, എല്ലാ നല്ല പുസ്തകത്തിന്റെ എഴുത്തുകാരും, all the musicians എല്ലാ സംഗീതജ്ഞന്മാരും are joined together. എല്ലാവരും ഒന്നിച്ചു ചേരുമ്പോൾ It is when the people who are tired outside the world there അതുകൊണ്ട് നാം ലോകത്തിന്റെ നമ്മുടെ ആളുകൾ നമ്മളെ will നോക്കുമ്പോൾ have the desire. നമുക്ക് ആ വലിയ ആഗ്രഹം ആവശ്യമാണ്. It is better there. അവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്ന് അവർക്ക് Look തോന്നുവാൻ. how beautiful, അവരെ നോക്കൂ, അവർ എത്ര സൗന്ദര്യമുള്ളവരെന്ന് അവർ how പറയട്ടെ. pleasant. അവർ എത്ര അവർ സന്തോഷത്തോടെ Then ഇരിക്കുന്നു. God will attract them. അതുകൊണ്ട് അനേകം ആളുകൾ ഈ കർത്താവിലേക്ക് വരട്ടെ. When they come here, അവർ ഇവിടെ വരുമ്പോൾ they are touched അവർ ഈ സ്നേഹത്തിൽ by the സ്പർശിക്കപ്പെടണം. power of the Spirit of God. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ ഈ ഐക്യത്തിന്റെ ആത്മാവിനാൽ അവർ The സ്പർശിക്കപ്പെടണം. dunamis of God, അതുകൊണ്ട് ദൈവത്തിന്റെ ശക്തി, the dynamite, അതിന് ദൈവത്തിന്റെ വലിയ that when it explodes, ആ ക്രിസ്തുവിന്റെ വലിയ ശക്തി അവരിൽ വളരെ ധ്വനിക്കുമ്പോൾ it breaks down every form of addiction. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തരത്തിലുള്ള ആസക്തികളെയും ഇല്ലായ്മ ചെയ്യും. Those who are slaves of bad habits, തെറ്റായ ജീവിത ശൈലികളുടെ അടിമകൾ അതിൽ നിന്ന് മാറിപ്പോകട്ടെ. when they experience the explosive power of the Spirit of അതുകൊണ്ട് God, വിസ്ഫോടകാത്മകമായ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവർ they അനുഭവിക്കട്ടെ. give up അവർ അവരുടെ and ദോഷവശങ്ങളെ they throw themselves in the hands of God. അവർ അവരെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വലിച്ചെറിയുന്ന വലിയ അനുഭവങ്ങളാവട്ടെ. Those whose lives are difficult there at home, അതുകൊണ്ട് ഭവനങ്ങളിലായിരിക്കുന്നവർക്ക് where there's no peace, അവർക്ക് സന്തോഷമില്ല, where there's conflicts between a husband and wife, അവിടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള സംഘർഷം, conflict between parent and child, അപ്പനും മക്കളും തമ്മിലുള്ള വലിയ സംഘർഷങ്ങൾ, when they come and experience the power of God, ഈ വലിയ ഐക്യത്തിന്റെ കൂട്ടായ്മയിലേക്ക് അവർ വരുമ്പോൾ ദൈവത്തിന്റെ ശക്തി അവർ they അനുഭവിക്കണം. will never be the same again. അവർ പിന്നീട് ഒരിക്കലും പഴയതുപോലെ ആവുകയില്ല. So the invite അവർ യേശുവിനെ, is that if you are here അതുകൊണ്ട് നാം എല്ലാവരും ഇവിടെ or you ആയിരിക്കുമ്പോൾ, are somewhere there അതുകൊണ്ട് നാം അവിടെ ദൂരെയായിരിക്കുന്നു, listening to the word of God, അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നിങ്ങൾ and you ശ്രദ്ധിക്കുകയാണെങ്കിൽ, know all is not well with you, അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം, this is the time അതുകൊണ്ട് ഇതാണ് സമയം. that Jesus says, അതുകൊണ്ട് യേശു നമ്മളോട് പറയുന്നു ഇതാണ് Come. സമയം. അതുകൊണ്ട് വരിക, be counted അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ in the പരിഗണിക്കപ്പെടുക, unity of the people of God, ദൈവത്തിന്റെ ജനമായി തീരുക. and you will never be the same again. നാം ഒരിക്കലും പഴയപടിയാവുകയില്ല. Dear friends, അതുകൊണ്ട് പ്രിയ കർത്താവ്, Jesus prayed this petition അതുകൊണ്ട് കർത്താവ് ഈ വലിയ അപേക്ഷ പ്രാർത്ഥന in നിർവഹിക്കുന്നത് the presence of a small divided church, വിഭജിക്കപ്പെട്ട ഒരു കൊച്ചു സഭയുടെ മധ്യത്തിലാണ് യേശു ഈ പ്രാർത്ഥന a നിർവഹിക്കുന്നത്. church of about 12 members. 12 അംഗങ്ങൾ മാത്രമുള്ള ഒരു സഭ. Physically they were together, പ്രത്യക്ഷമായി അവർ ഒരുമിച്ചാണ്, but in reality they were far apart. എന്നാൽ യാഥാർത്ഥത്തിൽ അവർ The വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. sons of Zebedee സബദി മക്കളാൽ had a meeting with their mother, അവരുടെ അമ്മയോടൊപ്പം asking Jesus to treat them in a special way, അവർക്ക് പ്രത്യേക പരിഗണനകൾ നൽകുവാൻ അവർ യേശുവിന്റെ അടുക്കൽ അപേക്ഷയുമായി that വരികയാണ്. they may be given powerful positions അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ രാജകീയ അധികാരത്തിൽ അവർക്ക് ശക്തിയുള്ള സ്ഥാനങ്ങൾ ലഭിക്കാൻ, in the cabinet of the government to be set up. യേശുക്രിസ്തു രൂപീകരിക്കുന്ന ഗവൺമെന്റിൽ അവർക്ക് സ്ഥാനം ലഭിക്കുവാൻ അവർ പ്രത്യേക അപേക്ഷയുമായി അവർ Some വരുന്നു. mothers are very powerful, ചില ആളുകൾ വളരെ ശക്തരാണല്ലോ. She goes to Jesus, അവൾ യേശുവിന്റെ അടുക്കൽ പോവുകയാണ്. make sure in your cabinet നിന്റെ ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ my one son is on the right, എന്റെ ഒരു മകൻ വലത്തും my other on the left. എന്റെ മറ്റേ മകൻ ഇടത്തും ഇരിക്കണം. And Jesus says, you are so foolish. എന്നാൽ യേശു പറയുകയാണ്, നീ എത്ര വിഡ്ഢിയാണ്. That is not for me to give. അത് ഞാൻ നൽകേണ്ടത് ഞാനല്ല. In this small group of people, ഈ ചെറിയ ആളുകളുടെ ഈ കൂട്ടായ്മയിൽ we see
Peter has a sword in his coat. ഇതേ കൂട്ടായ്മയിലുള്ള പത്രോസിന്റെ പക്കലാവട്ടെ ഒരു വാളുണ്ട്. Judas is going to betray Jesus Christ. ഈ കൂട്ടായ്മയിലുള്ള ഈ യൂദാസ് ആകട്ടെ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ It തയ്യാറാവുകയാണ്. is in this context അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഭജിക്കപ്പെട്ട that ഈ കൂട്ടായ്മയിലാണ് Jesus stands up അവിടെയാണ് യേശു എഴുന്നേറ്റ് നിന്നുകൊണ്ട് and പ്രാർത്ഥിക്കുന്നത്. say, Father, അതുകൊണ്ട് പിതാവേ, give me the glory I had with you. അതുകൊണ്ട് നിന്നോടൊപ്പമുള്ള ആ ദൈവത്തിന്റെ മഹത്വം എനിക്ക് നൽകണം. I'm not only praying for myself. എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ I'm പ്രാർത്ഥിക്കുന്നത്, praying for all these ഇവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ that they പ്രാർത്ഥിക്കുന്നത്. may be one. അവരെല്ലാവരും ഒന്നായിരിക്കണം. We see the result of this prayer. അതുകൊണ്ട് യേശുവിന്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം, അതിന്റെ ഫലം നാം പിന്നീട് കാണുന്നുണ്ട്. Immediately the church is established. അതിനുശേഷം സഭ സ്ഥാപിക്കപ്പെട്ടപ്പോൾ In Acts 2:42 to 47, അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം we read the following. നാം ഇപ്രകാരം They വായിക്കുന്നു. were devoted. അവർ വളരെ ആരാധനയിൽ They ഉറ്റിരുന്നവരായിരുന്നു. devoted themselves to the apostles' teaching അവർ യേശു അപ്പോസ്തലന്മാരുടെ and പഠിപ്പിക്കലുകളിൽ to അവർ the ഒരുങ്ങിയിരുന്നു. fellowship, അവരുടെ കൂട്ടായ്മയിൽ അവർ ഉറ്റിരുന്നു. to the breaking of bread, അവർ അപ്പം നുറുക്കലിലായിരുന്നു. and to prayer. അവർ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു. Everyone was filled with awe. അവരെല്ലാവരും ഭയഭക്തിയിൽ നിറയപ്പെട്ടിരുന്നു. And many wonders and miracles, signs were done by the apostles. അങ്ങനെ അപ്പോസ്തലന്മാരാൽ വലിയ അതിശയങ്ങളും അടയാളങ്ങളും All നിർവഹിക്കപ്പെടുന്നു. believers were together അവിടെ എല്ലാ വിശ്വാസികളും ഒന്നിച്ചായിരുന്നു. and have everything in common. എല്ലാം പൊതുവകയായിരുന്നു. Selling their possessions അവരുടെ and goods, വസ്തുവകകളെല്ലാം അവർ വിറ്റിരുന്നു. they gave to everyone as he had need. അവർ പരസ്പരം പങ്കുവെച്ച് അവരുടെ ആവശ്യങ്ങളിൽ അവർ കരുതുകയാണ്. Every day they continued to meet together അവർ എല്ലാ ദിവസവും അവർ ഒരുമിച്ച് കൂടി in ആരാധിച്ചിരുന്നു. the temple courts. ആരാധനാലയങ്ങളുടെ ഇടനാഴികളിൽ അവർ ഒരുമിച്ച് കൂടി They ആരാധിച്ചിരുന്നു. broke bread in their homes അവരുടെ ഭവനങ്ങളിൽ അവർ അപ്പം നുറുക്കി പോതിരുന്നു. and ate together അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു. with glad അവർ വളരെ സന്തോഷത്തോടെ, and sincere hearts, വളരെ ഹൃദയപരമാർത്ഥതയോടെ, praising God and enjoying the favor of all people. ദൈവത്തിന്റെ നാമം മഹത്വത്തിൽപ്പെടുത്തുന്നതിലൂടെ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യതയും അവർക്കുണ്ടായി. Now hear this. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ നോക്കുക. And the Lord added to their number അങ്ങനെ ആയിരുന്നപ്പോൾ ദിനംപ്രതി ആളുകളെ സഭയോട് കർത്താവ് daily ചേർത്തുകൊണ്ടിരുന്നു. those who were being saved. അനേകം ആളുകൾ സഭയോട് രക്ഷിക്കപ്പെട്ടുകൊണ്ട് സഭയോട് ചേർന്നുകൊണ്ടിരുന്നു. When we are together, നാം ഒന്നിച്ച് ആയിരിക്കുമ്പോൾ, when our hearts are bound together, നമ്മുടെ ഹൃദയങ്ങൾ ഒന്നായി ചേരുമ്പോൾ, it's no more your duty to invite people. അതുകൊണ്ട് നാം ഒന്നിച്ചിരിക്കുമ്പോൾ, നമ്മൾ ഹൃദയം ഒന്നായിരിക്കുമ്പോൾ മറ്റുള്ളവരെ നമ്മുടെ ഇടയങ്ങളിലേക്ക് നാം ക്ഷണിക്കേണ്ട ആവശ്യമില്ല. God will show them where to go. നമ്മുടെ ഇടയിലുള്ള ചുറ്റുപാടുള്ള ആളുകളെ അവർ എവിടേക്ക് പോകണമെന്ന് ദൈവം അവരെ വഴി കാണിക്കും. This is the church Jesus prayed for. അതുകൊണ്ട് യേശുക്രിസ്തു പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത സഭയായിരുന്നു ഇത്. Togetherness അവിടെ ഒരുമയുണ്ടായിരുന്നു. attracted many people. അവരുടെ ഇടയിലുള്ള ഐക്യം, ഒരുമ അനേകരെ അവരിലേക്ക് ആകർഷിച്ചു. And the church enjoyed the favor of the people. ജനങ്ങളുടെ ഇടയിൽ അവർക്ക് സ്വീകാര്യതയും ജനങ്ങളുടെ ഇടയിലെ കൃപ അവരുടെ ഇടയിൽ Let me പെരുകിക്കൊണ്ടിരിക്കുകയാണ്. move toward the end. അതുകൊണ്ട് അതിന്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരട്ടെ. Unity is a gift. അതുകൊണ്ട് ദൈവം, ഐക്യം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു A വരദാനമാണ്. gift from God. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയൊരു സമ്മാനമാണ്. Now, the carnal mind cannot understand this. ഈ ലോകാസക്തിയിൽ നിറഞ്ഞിരിക്കുന്ന മനസ്സുകൾക്ക് ഇത് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. So many treaties have been signed around the world ഈ ലോകത്തിന്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ അനേകം സന്ധികൾ ഒപ്പുവെക്കപ്പെട്ടിട്ടുണ്ട്. in search for unity. ഐക്യത്തിന് വേണ്ടിയുള്ള കരാറുകൾ, Governments of national unity have been formed. ദേശീയ ഐക്യ കമ്മീഷനുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. Many lives have been destroyed in search for peace, security and unity. സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും ഐക്യത്തിനുമായി ധാരാളം ജീവൻ ബലി കൊടുത്തിട്ടുണ്ട്, I wish I ബലികഴിക്കപ്പെട്ടിട്ടുണ്ട്. had all the authority ഞാൻ എല്ലാ അധികാരികളും ഒന്നിച്ചു ചേർന്നു. that I could call all heads of governments throughout the world, ലോകത്തിന്റെ മുഴുവൻ അധികാരികളും that I would gather them together അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് and say to them, ഞാൻ അവരോട് പറയുകയാണ്, dissolve all the military forces you have, നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ സൈനിക ശക്തികളും നിങ്ങൾക്കുണ്ടായിരിക്കാം, destroy all the military armaments, നിങ്ങളുടെ പക്കലുള്ള എല്ലാ ആയുധങ്ങളും നശിപ്പിക്കുക,
Because there's no security outside Christ. ക്രിസ്തുവിന് പുറത്ത് ഒരിക്കലും ഒരു സുരക്ഷിതത്വം നിങ്ങൾക്ക് കാണുവാൻ There's കഴിയില്ല. no peace outside Christ. ക്രിസ്തുവിന്റെ പുറത്ത് ഒരിക്കലും നിങ്ങൾക്ക് രക്ഷ There's ഐക്യം no കാണുവാൻ സാധിക്കും. unity in the whole wide world ഈ ലോകത്തിലുടനീളം നമുക്ക് അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ കൂടാതെ unless it is Christ who's gathering all the people. ക്രിസ്തു നമ്മെ എല്ലാവരെയും കൂട്ടിച്ചേർക്കാതെ നമ്മിൽ സമാധാനവും സുരക്ഷിതത്വവും I ഉണ്ടാവുകയില്ല. was going to say to them, അതുകൊണ്ട് ഈ അധികാരികളോട് ഞാൻ പറയുവാൻ പോവുകയാണ്, all the billions and trillions that you have നിങ്ങളുടെ പക്കലുള്ള ദശലക്ഷക്കണക്കിന് നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് to run all your governments നിങ്ങളുടെ ഗവൺമെന്റുകൾ നോക്കി നടത്തുവാനായിട്ട് നിങ്ങൾ is ചിലവഴിക്കുന്നു. enough to feed everyone. നിങ്ങൾ ചിലവഴിക്കുന്ന ഈ ദശലക്ഷക്കണക്കിന് രൂപ അനേകം ആളുകളുടെ പട്ടിണി I മാറ്റുവാൻ would ഉപയോഗിക്കപ്പെടും. say to them, ഞാൻ അവരോട് പറയുകയാണ്, not by mighty അതുകൊണ്ട് നിങ്ങളുടെ അധികാരം and ഉപയോഗിച്ചല്ല, not by power, നിങ്ങളുടെ ശക്തി ഉപയോഗിച്ചല്ല, but by the Spirit of the Lord. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ ഐക്യം സ്ഥാപിക്കപ്പെടണം. I would say to them, ഞാൻ അവരോട് പറയുവാൻ you ഇഷ്ടപ്പെടുന്നു, cannot buy peace and unity, നിങ്ങൾക്ക് ഒരിക്കലും സമാധാനവും ഐക്യവും വാങ്ങുവാൻ, വില കൊടുത്ത് വാങ്ങുവാൻ കഴിയില്ല. as it cannot be sold. അതുപോലെ തന്നെ സമാധാനവും സുരക്ഷിതത്വവും നമുക്ക് വിൽക്കുവാനും കഴിയില്ല. Peace and unity is given. അതുകൊണ്ട് സമാധാനവും ഐക്യവും നമുക്ക് നൽകപ്പെടുന്ന ഒന്നാണ്. Security is given. അതുകൊണ്ട് സുരക്ഷിതത്വം നമ്മിലേക്ക് വരുന്നതാണ്, നൽകപ്പെടുന്ന It ഒന്നാണ്. is only God who can secure all of us. അതുകൊണ്ട് നമ്മളെ എല്ലാവരെയും സുരക്ഷിതത്വമുള്ളതാക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. In his book Life Together, ജീവൻ ഒരുമിച്ച് എന്നുള്ള പുസ്തകത്തിൽ Dietrich Bonhoeffer writes, ഡിട്രിച്ച് ബോൺഹോഫർ ഇപ്രകാരം എഴുതുന്നു, Christian community is not an ideal we have to realize. നാം സൃഷ്ടിക്കേണ്ട, നാം പണിതെടുക്കേണ്ട ഒരു കാൽപ്പനികതയല്ല ക്രിസ്തീയ കൂട്ടായ്മ എന്ന് but പറയുന്നത്. rather a reality created by God in Christ. ക്രിസ്തുവിലൂടെ ദൈവം സൃഷ്ടിച്ചെടുത്ത ഒരു വലിയ അനുഭവമാണ്, കൂട്ടായ്മയാണ് ക്രിസ്തീയ In കൂട്ടായ്മ. which we may participate. അവിടെ ആ വലിയ കൂട്ടായ്മയിൽ നാം പങ്കാളികളായി തീരണം. I have come across a statement like this. ഞാൻ ഇങ്ങനെ ഒരു വാചകം, പ്രസ്താവന വായിച്ചിട്ടുണ്ട്. In Christ our unity is already a fact. യേശു ക്രിസ്തുവിൽ നമ്മളുടെ ഐക്യം ഇപ്പോൾ തന്നെ പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. Ours is to celebrate the finished work of Jesus അതുകൊണ്ട് Christ. ക്രിസ്തുവിലൂടെ പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്ന ഈ ഐക്യത്തെ ആഘോഷിക്കുവാൻ നമുക്ക് കഴിയണം. Common goal or purpose may not be our good point of our unity. ഒരുപക്ഷേ ഒരു പൊതു ഉദ്ദേശമോ ലക്ഷ്യമോ നമ്മുടെ ഈ ഐക്യത്തിന് കാരണമാവുകയില്ല. Belonging to one association may not be our best point of departure. ഒരുപക്ഷേ നമ്മുടെ ഐക്യത്തിലേക്കുള്ള മടക്ക വഴികളിൽ ഒരു സംഘടനയുടെ, ഒരേ സംഘടനയുടെ അംഗങ്ങളായിരിക്കുന്നതും ഐക്യമായി തീരണമെന്നില്ല. This is how secular organizations are formed. ഈ ലോകത്തിന്റെ സംഘടനകൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. If we use these methods അതുകൊണ്ട് ഈ ലോകത്തിന്റെ ഈ രീതിശാസ്ത്രങ്ങൾ നാം to ഉപയോഗിക്കുകയാണെങ്കിൽ, unite the body of Christ, ഈ സഭയെ ഐക്യമാക്കുവാൻ ഇത് നാം it ഉപയോഗിക്കുകയാണെങ്കിൽ becomes obvious അത് കൃത്യമായി നമ്മുടെ മലയിൽ വെളിപ്പെട്ടു വരും. that we create unity by exclusion. നാം അനേകരെ പുറന്തള്ളിക്കൊണ്ടാണ്, നിഷേധിച്ചുകൊണ്ടാണ് ഐക്യം സ്ഥാപിക്കുവാൻ If a ശ്രമിക്കുന്നത്. common enemy is what unites us, ഒരു പൊതു ശത്രുവാണ് നമ്മെ ഐക്യപ്പെടുത്തുന്നതെങ്കിൽ, ഒന്നിക്കുന്നതെങ്കിൽ, then not only must we exclude the enemy from our fellowship, നാം നമ്മുടെ ശത്രുവിനെ മാത്രമല്ല നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് നാം പുറത്താക്കുക, but also any who count our enemy as their friend. നമ്മുടെ ശത്രുവിന്റെ സുഹൃത്തുക്കളെയും നമ്മളുടെ കൂട്ടായ്മയിൽ നിന്ന് നാം പുറത്താക്കും. If this is how we unite ourselves, അതുകൊണ്ട് ലോകപ്രകാരമാണ് നാം നമ്മെ ഐക്യതയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതെങ്കിൽ, then people can only be one with us if they become like us. ഒരുപക്ഷെ അവനെയാണെങ്കിൽ ഈ കൂട്ടായ്മയിലേക്ക് എന്നെ പോലെ എനിക്ക് ഇഷ്ടമുള്ളവർ മാത്രം വരുന്ന ഒരു കൂട്ടായ്മ, taking our interest, നമ്മളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരുടെ our കൂട്ടായ്മ, goal, നമ്മുടെ ലക്ഷ്യങ്ങൾ our സംരക്ഷിക്കുന്നവർ, enemy as their own. നമ്മുടെ ശത്രുക്കളെ അവരുടെ ശത്രുക്കളായി സ്വീകരിക്കുന്നവരെ നാം ഒരുപക്ഷെ കൂട്ടായ്മയിൽ ചേർത്ത്. When we have as the basis of our unity അതുകൊണ്ട് നമ്മുടെ കൂട്ടായ്മയുടെ ഐക്യം ഇപ്രകാരമാണെങ്കിൽ, anything less than Christ, ക്രിസ്തുവിനെ കുറഞ്ഞ് എന്തെങ്കിലുമാണ് നമ്മുടെ ഐക്യത്തിന്റെ അടിസ്ഥാനമെങ്കിൽ, then either we cannot sustain our community, നമ്മളുടെ ഈ കൂട്ടായ്മയെ നമുക്ക് നിലനിർത്തുവാൻ സാധ്യമാവുകയില്ല, or we have to cut ourselves
off from all other communities. ഒരുപക്ഷേ മറ്റു സമൂഹങ്ങളിൽ നിന്ന് എല്ലാം നാം വിച്ഛേദിക്കപ്പെടേണ്ടി വരും. Christ and nothing less. ക്രിസ്തുവിനെ കൂടാതെ ഐക്യം സ്ഥാപിക്കപ്പെടുവാൻ സാധ്യമല്ല. ക്രിസ്തുവിനെ മാത്രം, ക്രിസ്തുവിൽ കുറഞ്ഞ ഒന്നിനും ഐക്യം സാധ്യമല്ല. അതാണ് നമ്മുടെ ഉറവും ശക്തിയും കേന്ദ്രവും. നമ്മുടെ ഈ ഐക്യത്തിന്റെ ഉറവും ശക്തിയും കേന്ദ്രവും. Dear friends, അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, we are called to walk in that humble way. അതുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം താഴ്മ ധരിച്ചുകൊണ്ട് നാം നടക്കണം. We are called to care for each other. പരസ്പരം ശുശ്രൂഷിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും നാം യാത്ര തുടരണം. We are called to be united. നാം എല്ലാവരും ഒന്നായിരിക്കുവാൻ, ഐക്യപ്പെടുവാൻ വിളിക്കപ്പെട്ടവരാണ്. And let the Spirit of God rule in our hearts. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. I think we all agree ഒരുപക്ഷേ ഞാൻ ചിന്തിക്കുന്നു, നിങ്ങൾ എല്ലാവരും സമ്മതിക്കും, that we are better together than apart. വിഭജിക്കപ്പെട്ടിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നാം ഒന്നായിരിക്കുന്നത്. We are beautiful together than apart. ശിഥിലമായിരിക്കുന്നതിനേക്കാൾ എത്രയോ സുന്ദരമാണ് നാം ഒന്നായിരിക്കുന്നത്. More powerful together than apart. വിഭജിക്കപ്പെട്ടിരിക്കുന്നതിനേക്കാൾ കരുത്തരാണ് നാം ഒന്നിച്ചായിരിക്കുമ്പോൾ. God will bless greatly. നമ്മെ അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ അതിശയകരമായി അനുഗ്രഹിക്കും. A church full of humble people. അനേകം താഴ്മയും വിനയമുള്ള ആളുകളെ കൊണ്ട് ഈ സഭ നിറയപ്പെടുമ്പോൾ, A united community of believers. വിശ്വാസികളുടെ ഐക്യതയുടെ കൂട്ടായ്മ രൂപപ്പെടുമ്പോൾ, This is what the prophet Joel says. യോവേൽ പ്രവാചകൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. And it shall come to pass afterward അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു, that I will pour my spirit out. I will pour out my spirit on all flesh. ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. Your sons and your daughters shall prophesy. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. Your old men shall dream dreams. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. And your young men shall see visions. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. Even on the male and female servants. ദാസന്മാരുടെ മേലും In ദാസിമാരുടെ those മേലും കൂടെ days I will pour out my ഞാൻ spirit. ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. We should remember നാം ഇത് ഓർക്കണം. that everyone matters in the house of God. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം എല്ലാവരും കണ്ടുമുട്ടുന്നതാണ്. Young people matter in the church of God. അതുകൊണ്ട് ഈ ദൈവസഭയിൽ എല്ലാവരും പരിഗണിക്കപ്പെടേണ്ടവരാണ്, ചെറുപ്പക്കാരും പ്രായമായവരും. Old people matter in the house of God. ദൈവത്തിന്റെ ഭവനത്തിൽ പ്രായമായ ആളുകളും പരിഗണിക്കപ്പെടേണ്ടവരാണ്. Some prophesying, ചില ആളുകൾ പ്രവചിക്കുന്നവരായിരിക്കാം, some dream dreams, ചിലർ സ്വപ്നങ്ങളെ കാണുന്നവരായിരിക്കാം, and others seeing visions. ഒരുപക്ഷെ ദർശനങ്ങൾ കാണുന്നവരായിരിക്കാം. So this is the church that has a message. അതുകൊണ്ട് ഈ സഭയ്ക്ക് ഒരു സന്ദേശം This പറയുവാനായിട്ടുണ്ട്. is the church that can see things far there. അതുകൊണ്ട് ദൂരെയുള്ള കാര്യങ്ങളെ കാണുവാനായിട്ട്, ദർശിക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കും. But this church അതുകൊണ്ട് ഈ സഭ is filled by the same spirit. അതുകൊണ്ട് ഈ സഭയും ഇതേ ആത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുകയാണ്. This kind of a church ഇത്തരത്തിലുള്ള ഒരു സഭയ്ക്ക് has a future. ഒരു വലിയ ഭാവിയുണ്ട്, ശുഭകരമായ ഭാവിയുണ്ട്. The church that is united. ഈ ഐക്യപ്പെട്ട സഭയ്ക്ക് ഒരു വലിയ ഭാവിയുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട ഭാവി. As I close, ഞാൻ ഇവിടെ എന്റെ ഈ പ്രസംഗം ഉപസംഹരിക്കുമ്പോൾ, are you there? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ അവിടങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? Do you want to be counted നിങ്ങൾ എല്ലാവരും ഈ ദൈവഭവനത്തിൽ പരിഗണിക്കപ്പെടുവാൻ നിങ്ങൾ in ആഗ്രഹിക്കുന്നുണ്ടോ? their number? ആ വലിയ കൂട്ടങ്ങളിൽ Holy things for holy people of God. അതുകൊണ്ട് വിശുദ്ധിയുള്ളത് ദൈവത്തിന്റെ വിശുദ്ധ ജനങ്ങൾക്കുള്ളതാണ്. No one അവിടെ ഒരുത്തരും will തന്നെ experience the glory of God ദൈവത്തിന്റെ മഹത്വം ഒരുത്തർക്കും unless is touched by this spirit. ദൈവത്തിന്റെ ആത്മാവിനാൽ സ്പർശിക്കപ്പെടാതെ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ആർക്കും കഴിയുകയില്ല. Until such time ചിലപ്പോഴെങ്കിലും your life is transformed നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുന്നുണ്ട്, by the spirit of God. ദൈവത്തിന്റെ ആത്മാവിനാൽ You രൂപാന്തരപ്പെടുന്നുണ്ട്. cannot be counted on this number. അതുകൊണ്ട് നമുക്ക് എണ്ണപ്പെടുവാൻ സാധിക്കില്ലായിരിക്കാം. His grace here stands in front of you. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ മുൻപിലുണ്ട്. Someone who grew up at the age of 12 got into drugs.
ഒരുപക്ഷെ 12-ാമത്തെ വയസ്സിൽ ചില തെറ്റായ ശീലങ്ങൾക്ക്, മയക്കുമരുന്നുകൾക്ക് അതിൽ and അടിമപ്പെട്ടവരുണ്ടായിരിക്കാം. was so deeply addicted by drugs. ഒരുപക്ഷെ മയക്കുമരുന്നിനാൽ കൂടുതൽ പിടിക്കപ്പെട്ട ആളുകൾ, The whole future was doomed. അവന്റെ ഭാവിയെല്ലാം വളരെ നശിച്ചിരിക്കുകയാണ്. At secondary level, I failed 3 times. ഞാൻ എന്റെ സെക്കൻഡറി ലെവലുള്ള പരീക്ഷയിൽ 3 പ്രാവശ്യം തോറ്റിട്ടുണ്ട്. Because my brain could not function properly. എന്റെ ബുദ്ധിക്ക് ശരിയായി പ്രവർത്തിക്കുവാനായിട്ട് My സാധിക്കുമായിരുന്നു. mother had lost hope. എന്റെ അമ്മയ്ക്ക് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. Because she could see in me. അവൾക്ക് എന്നെ കാണുമ്പോൾ I was dead alive. ഞാൻ മരിച്ച് ജീവിക്കുകയായിരുന്നു. Until one day, ഒരു ദിവസം വരുന്നിടം I വരെ met a layman ഞാൻ ഒരു ആത്മാവിനെ who കണ്ടുമുട്ടി. preached Christ crucified. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ച ഒരു ആത്മാവിനെ ഞാൻ he കണ്ടുമുട്ടി. challenged me. അയാൾ പ്രസംഗത്തിലൂടെ എന്നെ വെല്ലുവിളിച്ചു. And without looking on the right or on the left, ഞാൻ വലത്തോട്ടും ഇടത്തോട്ടും നോക്കാതെ I walked straight to this preacher. അതുകൊണ്ട് ഞാൻ ആ പ്രസംഗന്റെ അടുക്കിലേക്ക് And നേരിട്ട് he പോയി. prayed for me. ആ മനുഷ്യൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. On that moment, ആ നിമിഷം the power of drugs left my body. അതുകൊണ്ട് മയക്കുമരുന്നിന്റെ ശക്തി എന്നിൽ നിന്ന് അകന്നുപോയി. And my body was transformed. എന്റെ ശരീരം ഞാൻ രൂപാന്തരപ്പെട്ടു. My mind was transformed. എന്റെ മനസ്സ് രൂപാന്തരപ്പെട്ടു. My spirit was cleaned. എന്റെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടു. And God called me. ആ ദൈവം എന്നെ വിളിച്ചു. Today I stand here. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ, ഇന്ന് And I നിൽക്കുമ്പോൾ challenge anyone ഞാൻ എന്നെ കേൾക്കുന്ന നിങ്ങളെ that വെല്ലുവിളിക്കട്ടെ. it is possible. അത് ദൈവത്തിന്റെ രൂപാന്തരം ഇന്ന് You സാധ്യമാണ്. can be delivered. നിങ്ങൾ വിടുവിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. You can be cleansed. നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ And സാധ്യതയുണ്ട്. become the child of God. ദൈവത്തിന്റെ മകനായി മകളായി മാറുമ്പോൾ Who has a place in heaven. ദൈവത്തിന്റെ സന്നിധിയിൽ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് Come സ്ഥാനമുണ്ട്. to this Jesus. അതുകൊണ്ട് യേശുവിലേക്ക് നിങ്ങൾ വരിക. Join the people of God. അതുകൊണ്ട് ദൈവത്തിന്റെ ജനത്തോടൊപ്പം Be സഞ്ചരിക്കുക. united with them. അവരോടൊപ്പം ഐക്യതയിൽ You പാർക്കുക. will see the beauty of God. അതുകൊണ്ട് അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ And സൗന്ദര്യം now നമുക്ക് to the കാണാം. only God who has the power to transform our lives. അതുകൊണ്ട് ദൈവത്തിന് മാത്രമേ നമ്മുടെ ശരീരങ്ങളെ, ജീവിതങ്ങളെ To Him രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കൂ. alone be glory and dominion now and always. നമ്മുടെ ഇടയിൽ അധികാരവും ആധിപത്യമുള്ള ദൈവത്തിന് നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും. അതിന്റെ ദൈവത്തിന്റെ പരിശുദ്ധ നാമം നമ്മെ ശക്തീകരിക്കുമാറട്ടെ. ആമേൻ.